ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വെട്ടി കേക്ക് ഉണ്ടാക്കുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ കാണുന്നുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഞാൻ വെട്ടി കേക്ക് ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയിലെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഏലക്കായ, ഒരു 3-4 ഏലക്കായ തൊലി കളഞ്ഞിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുക. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർത്തിട്ടുണ്ട്. വാനില എസൻസ് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക, ഇഷ്ടമുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഏലക്കായ മാത്രം മതി. ഇനി ഇതിലേക്ക് ഞാനൊരു 2 മുട്ടയും കൂടി ചേർത്ത് ഒന്നും കൂടിയും അടിച്ചെടുക്കുന്നുണ്ട്. അതോടെ മാറ്റി വയ്ക്കുക. ഇനി നമ്മൾക്ക് ഈ പൊടിയിലേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പഞ്ചസാരയും മുട്ടയും അടിച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു 15 മിനിറ്റ് നേരം അത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. നന്നായിട്ട് കുഴച്ചൊരു 15 മിനിറ്റ് നേരം മാറ്റി വെച്ചതിന് ശേഷം അതൊന്ന് ഉരുട്ടി കട്ട് ചെയ്തിട്ട് 2 സൈഡിലും വെട്ടി നമുക്ക് സൺഫ്ലവർ ഓയിൽ വറുത്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ചെറിയൊരു വെട്ടി കേക്കായിട്ട് ചെറിയ ഇതാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. വലിപ്പത്തിനനുസരിച്ച് നിങ്ങളിത് നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യുക. 2 സൈഡിലും വെട്ടിട്ട് കൊടുക്കുക. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ടതിന് ശേഷം വേണം നമുക്കിത് വറുത്തെടുക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. എണ്ണയ്ക്ക് ചൂടായി വരുമ്പോൾ തീ നന്നായി കുറച്ചതിന് ശേഷം നമുക്ക് ഈ വെട്ടി കേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പീസുകൾ നമുക്കതിൽ ഇട്ട് കൊടുത്ത് 2 വശം ഒരിയിച്ച് വറുത്ത് നമുക്ക് മാറ്റിയെടുക്കാം. ഞാനിതിൽ പ്രത്യേകിച്ച് കളറൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്കൊരു മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടി കളർ ചേർക്കാം. ഞാനിതിൽ പ്രത്യേകിച്ച് കളറൊന്നും വേറെ ചേർത്തിട്ടില്ല. 2 സൈഡും ഒരിച്ച് മാറ്റിയെടുത്ത വെട്ടി കേക്ക് റെഡിയായി. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്ക് സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.